യേശുവിൽ സ്നേഹം നിറഞ്ഞ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും കർത്താവിൻ്റെ ഒപ്പമായിരിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് പിതാവായ ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 46 47 തിരുവചനങ്ങൾ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വന്ദിച്ചു. കാഴ്ചയും ധൂപവും അവനു വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ്. എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, രാജാക്കന്മാർ പോലും, ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ പോലും നമ്മുടെ ദൈവമായ കർത്താവിനെക്കുറിച്ച് പറയുന്ന കാര്യം ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവുമെന്നാണ്. ആ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. നിൻ്റെ മനസ്സിലെ എല്ലാ ആകുലതകളും വിഷമങ്ങളും എടുത്തു മാറ്റി പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിന്ന്, ആ ജീവനുള്ള കർത്താവിനോട് ചേർന്ന് നിന്ന് ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.